ഇത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ മോർണിംഗ് വ്ളോഗിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് കേട്ടോ. അപ്പോൾ അത് ഈവനിങ് ആയിപ്പോൾ ഇവിടെ ഫ്ലീ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ അവിടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് ഫേസ് 2. അപ്പോൾ ഇത് നമ്മുടെ ഫേസ് 1 ഫ്ലീ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ എന്ത് ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനോടനുബന്ധിച്ച് ഫ്ലീ മാർക്കറ്റ് ഉണ്ടാവും. നമ്മുടെ അവിടെ ഫേസ് 1, 2, 3 ആയിട്ട് ഉണ്ടായിരിക്കും ഉണ്ടാവും. എല്ലാവിടെയും നല്ല രീതിയിൽ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫ്ലീ മാർക്കറ്റൊന്നും അത്ര ആക്റ്റീവ് ആയിട്ടില്ല. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴായിരിക്കും കൂടുതൽ അങ്ങോട്ട് ആക്റ്റീവ് ആവുക കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അതേ ഞങ്ങൾ ഫേസ് 2 വന്നപ്പോൾ അവിടെ അതേ കുട്ടികളുടെ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുവിൻ്റെ മോർണിംഗിൽ അത് ചെയ്ത ആ ഒരു പെർഫോമൻസ് തന്നെ ഇവിടെ ഈവനിങ്ങിലും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ കണ്ടോ, ഇവിടെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ആ ഒരു ഡാൻസ് സംഭവങ്ങളൊക്കെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു മ്യൂസിക് ഞാൻ മ്യൂട്ട് ചെയ്തു. ആ ഒരു മ്യൂസിക്കും കൂടി ഉണ്ടെങ്കിലാണ് കറക്റ്റ് നമുക്ക് ആ ഒരു വൈബ് ഫീൽ ചെയ്യുക. വളരെ ചെറിയ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ അതേ ഇവിടെ നമ്മുടെ ലേഡീസിൻ്റെ ഐറ്റംസ് ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊക്കെ എന്തായാലും എൻജോയ് ചെയ്യും കേട്ടോ. ഇത് നമ്മുടെ ആംഗ്ലെറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് ഈ വിളയുടെ ആ ഒരു ഹാങ്ലെറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കാലിലൊക്കെ ഇടില്ലേ, ആ ഒരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഡ്രസ്സുകൾ, സാരി, പിന്നെ കുറേ ഓർഗാനിക് പ്രോഡക്ട്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തരും. അപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഡയറ്റിങ്ങിലൊക്കെ ആയ കാരണം വേണ്ട ചേട്ടാ എന്ന് പറയുമായിരുന്നു. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് സ്നാക്സിനോടൊക്കെ ഉള്ളൊരു താല്പര്യം നമുക്ക് വേറെയാണല്ലോ. അപ്പോൾ അതെ ഒരുപാട് സ്റ്റോളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇനിയിപ്പോൾ ഫെസ്റ്റിവൽസിൻ്റെ ഒരു ഘോഷയാത്രയാണ് ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പോൾ തുടങ്ങണേ ഉള്ളൂ ശരിക്കും. നവരാത്രി, അതുപോലെ ഗണേശ ചതുർത്ഥി, അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഇനി വരാൻ പോണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഇവിടെ ഫ്ലീ മാർക്കറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ കണ്ട് മിക്കവാറും ആഴ്ചകളിലൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്കിത് വലിയൊരു സംഭവം ഒന്നായിട്ട് തോന്നുന്നില്ല. നമുക്കിവിടെ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുറത്ത് പോയി വാങ്ങിക്കണമെന്നില്ല. ഇപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരം കാണുന്ന ഒരു റെസിൻ ആർട്ടിൽ ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ കീ ചെയിൻസ്, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ രാഖിയുടെ ആ ഒരു സമയം ആയല്ലോ, അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ സെറാമിക് പാത്രങ്ങൾ, പിന്നെ ഇത് ഓർഗാനിക് പ്രോഡക്ട്സിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ സോയ നൂഡിൽസ്, പിന്നെ കാപ്ലി ഫ്ലോറ്, അങ്ങനെ തന്നെയല്ലേ പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇവിടുത്തെ നൈറ്റ് വൈബ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് അടിപൊളിയാണ്.